ഹലോ, ഇത് നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ആദ്യത്തെ പ്രവർത്തനം തന്നെ വായിക്കാം എഴുതാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രവർത്തനമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഒന്നുകിൽ ഒരു കഥാഭാഗം തരും, ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്ത് തരും, ഒരു കവിത ആയിരിക്കും തരുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു പാരഗ്രാഫ് തരും, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. മണിക്കല്ലിനെ പുഴ വീണ്ടും എടുത്തു നടന്നിരുന്നെങ്കിൽ അത് കൂടുതൽ ചെറുതായേനെ. ഏറ്റവും ഒടുവിൽ മണൽത്തരിയായി മാറി കടലോരത്തെ അതിൻ്റെ സഹോദരങ്ങളുമായി ചേരുമായിരുന്നു. ആ മനോഹരമായ കടപ്പുറത്ത് കുട്ടികൾ പൂഴിമണലിലിരുന്ന് കളിക്കുകയും മണൽ കൊട്ടാരങ്ങൾ പണിയുകയും ചെയ്യുമായിരുന്നു. ഓർത്തു നോക്കൂ, ഒരു മണിക്കല്ലിന് ഇത്രമാത്രം കഥകൾ പറയാനുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പാറകൾക്കും പർവ്വതങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും പറയാൻ എന്തെല്ലാം കഥകൾ ഉണ്ടാകും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാരഗ്രാഫ്, ഇതാണ് നമ്മൾ വായിക്കേണ്ടത്. ഇനി ഇതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, അത് കൂടുതൽ ചെറുതായേനെ. ഏതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? സി ആണല്ലേ ആൻസർ. എന്തിനെക്കുറിച്ചാണ്? മണിക്കല്ലിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾക്ക് വളരെ സിമ്പിളായിരിക്കും ക്വസ്റ്റ്യൻസ്. ഓക്കെ, ചെറിയൊരു പാരഗ്രാഫും ആയിരിക്കും, അതിൽ തന്നെ വളരെ എളുപ്പമുള്ള ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വളരെ ശ്രദ്ധിച്ച് പാരഗ്രാഫ് വായിക്കണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കടലോരത്തെ സഹോദരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ മണൽത്തരികളെയാണ് കടലോരത്തെ സഹോദരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലേ? ഓക്കെ, മണൽത്തരികളെയാണ് കടലോരത്തെ സഹോദരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുട്ടികൾ പൂഴി മണലിലിരുന്ന് പണിയുന്നത് എന്താണ്? മണൽ കൊട്ടാരാണല്ലേ? യെസ്, മണൽ കൊട്ടാരാണ് അവർ പണിയുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പാറകൾക്കും പർവ്വതങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും പറയാൻ എന്തെല്ലാം കഥകളുണ്ടാകും? ആരുടെ കഥ ഓർത്താണ് ഈ പ്രസ്താവന? ആരുടെയാണ്? മണിക്കല്ലിൻ്റെ ആണല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. മണിക്കല്ലിൻ്റെ ആണ് ഈ പ്രസ്താവന. ഓക്കെ ആണല്ലോ. മണിക്കല്ലിൻ്റെ കഥ ഓർത്താണ് ഈ പ്രസ്താവന. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മണിക്കല്ലിനെ എടുത്തു നടന്നത് ആരാണ്? ആരാ? പുഴയാണല്ലേ. ഓപ്ഷൻ സി, പുഴയാണ് മണിക്കല്ലിനെ എടുത്തു നടന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 2, യാത്രാനുഭവം. ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗത്തിലുള്ള അഖിലിൻ്റെയും അമ്മുവിൻ്റെയും യാത്രാനുഭവങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഇതുപോലെ ചെറുതും വലുതുമായ യാത്രകൾ നിങ്ങളും ചെയ്തിട്ടുണ്ടാകും. മനസ്സിൽ തങ്ങി നിൽക്കുന്ന യാത്രാനുഭവം പങ്കുവെക്കുക. അപ്പോൾ നിങ്ങൾ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു യാത്ര, നിങ്ങൾ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നിന്നൊക്കെ ഒരു ടൂർ പോയിട്ടുണ്ടാവും അല്ലേ? യെസ്, അപ്പോൾ നിങ്ങൾ അങ്ങനെ പോയിട്ടുള്ള ഒരു ടൂറിനെ കുറിച്ച് വിവരിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അതാണ് പ്രവർത്തനം 2. ബി ക്വസ്റ്റ്യൻ നോക്കൂ. എത്ര മനുഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ടാവും ഇത് കെട്ടിപ്പൊക്കാൻ? എന്തിനെ കുറിച്ചാണ് ഈ പ്രസ്താവന? ഇത് ഇടുക്കി ഡാമിനെ കുറിച്ചാണ് അല്ലേ? യെസ്, ഇടുക്കി ഡാം കണ്ടപ്പോൾ പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ അവർ മനസ്സിൽ ഓർത്തിട്ട് പറഞ്ഞതാണ് എത്ര മനുഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ടാവും ഇത് കെട്ടിപ്പൊക്കാൻ അല്ലേ? ഓക്കെ, അപ്പോൾ ഇടുക്കി ഡാമിനെ കുറിച്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. മൂന്നാമത്തെ പ്രവർത്തനം ഒരു കത്ത് തയ്യാറാക്കാനാണ് കേട്ടോ. ഇവിടെ ഒരു പോസ്റ്റ്മാൻ ഉണ്ട്, ഒരു അമ്മയുണ്ട്, ഒരു മകനുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കത്ത് തയ്യാറാക്കണം. അങ്ങനെ തയ്യാറാക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം? ഒരു കത്തിൽ എന്തൊക്കെ വേണം? അപ്പോൾ കത്തിൽ നമുക്ക് നല്ല ലളിതമായ ആകർഷകമായ ഭാഷ ഉപയോഗിക്കണം അല്ലേ? അതുപോലെ ആരാണ് കത്തയക്കുന്നത്, അവരുടെ അഡ്രസ്സ്, അവരുടെ പേര്, പിന്നെ ആർക്കാണ് നമ്മൾ കത്തയക്കുന്നത് അവരുടെ പേര് വേണം അല്ലേ? പിന്നെ വിഷയം, എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഈ കത്തയക്കുന്നത്. നമ്മൾ ഫ്രണ്ട്സിനൊക്കെയാണ് കത്തെഴുതുന്നതെങ്കിൽ ഈ വിഷയം എന്ന കാര്യം അവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. നമ്മളെ പേരും അഡ്രസ്സും എഴുതണം, നമ്മളെ ഫ്രണ്ടിൻ്റെ പേരും അഡ്രസ്സും എഴുതണം. എന്നിട്ട് നമ്മൾ കത്തെഴുതി തുടങ്ങുക. എന്നിട്ട് അവസാനം എന്ത് വേണം? നമ്മളെ പേരെഴുതണം അല്ലേ? അതെ. പിന്നെ നമ്മൾ ഡേറ്റും വെക്കണം. ഓക്കെ ആണല്ലോ. ഇതാണ് ഒരു കത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പം നിങ്ങൾ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ സ്ട്രക്ചർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. എളുപ്പമാണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നോക്കാം. പ്രവർത്തനം 4, വിവരണം തയ്യാറാക്കാനാണ് കേട്ടോ. ഇപ്പം നമുക്കിവിടെ ഒരു കവിത തന്നിട്ടുണ്ട്. പെരുമഴ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിത തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇവിടെ ഒരു
5-6 വരികൾ തന്നിട്ടുണ്ടല്ലേ. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിനൊരു വിവരണം തയ്യാറാക്കാൻ. പെരുമഴയെക്കുറിച്ചാണ് ഈ കവിത. പുഴയുടെ കൂട്ടുകാരിയായ ചാറ്റൽ മഴയെ മഴ ചാറുമ്പോൾ എന്ന കവിതയിലൂടെ പരിചയപ്പെട്ടല്ലോ. മഴയെ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും ഉണ്ടാകാം. മഴ തോർന്നൊഴിയുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് വിവരണം തയ്യാറാക്കണം കേട്ടോ. അപ്പം മഴ തോർന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെല്ലാം കാഴ്ചകൾ കാണാൻ പറ്റും, അതൊക്കെ നമ്മൾ മനസ്സിൽ ഓർത്തിട്ട് വേണം ഈ വിവരണം തയ്യാറാക്കാൻ. ഓക്കെ ആണല്ലോ, എളുപ്പമല്ലേ? ഇതൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? പെരുമഴ പെയ്ത് തോർന്നിട്ടുണ്ടെങ്കിലുള്ള ഒരു വിവരണം തയ്യാറാക്കണം. അപ്പം നമ്മളിങ്ങനെ ഓർക്കണം, എന്താണ് മഴ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ചാലുകളിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകും അല്ലേ, അതുണ്ടാവും. പിന്നെ ചില ചെടികൾ, ഇലകളൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ തട്ടിത്തടഞ്ഞ് നിൽക്കുന്നുണ്ടാവും അല്ലേ. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു വിഷ്വൽ ആണ് ഇവർക്ക് എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ വിവരണം. മഴ കഴിഞ്ഞിട്ടുള്ള ഒരു വിവരണം സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. ഓക്കെ ആണല്ലോ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് ഏതാണെന്ന് നമ്മളോട് തിരഞ്ഞെടുത്ത് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. മിന്നുന്നതെല്ലാം പൊന്നല്ല, മണ്ണ് പൊന്നാക്കണം, പൊന്നിരിക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം, പൊന്നും കൂടത്തിന് പൊട്ട് വേണ്ട. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് ഏതാണ്? മണ്ണ് പൊന്നാക്കണം. ഓക്കെ ആണല്ലോ, രണ്ടാമത്തേതാണ് കേട്ടോ, മണ്ണ് പൊന്നാക്കണം. 5ാമത്തെ പ്രവർത്തനം നോക്കൂ. പ്രസംഗം തയ്യാറാക്കാനാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെ മനുഷ്യനും പ്രകൃതിയും എന്ന വിഷയത്തെക്കുറിച്ച് ലഘു പ്രസംഗം തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മനുഷ്യനും പ്രകൃതിയും. പ്രവർത്തനം 5 നോക്കൂ കേട്ടോ. അതവിടെ ക്വസ്റ്റ്യൻ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ മഴയും പുഴയും കാറ്റും കിളിയും എല്ലാം ഒന്നിച്ച് തുഴയുന്നുണ്ട്. ഇനി അവർ തനിച്ചാവുമോ? കുടയോളം ഭൂമി എന്ന യൂണിറ്റിലെ ഭൂമി എന്ന കവിതയിലെ ഈ വരികൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇനി അവർ തനിച്ചാവുമോ എന്ന ചോദ്യം നമ്മളോടാണ്. പ്രകൃതി നേരിടുന്ന ആശങ്കകളാണ് ഇവിടെ തെളിയുന്നത്. മനുഷ്യനും പ്രകൃതിയും എന്ന വിഷയത്തെക്കുറിച്ച് ലഘു പ്രസംഗം തയ്യാറാക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു പ്രസംഗത്തിൻ്റെ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഒരു പ്രസംഗത്തിൽ ആദ്യം വേണ്ടത് എന്താണ്? ആദ്യം തന്നെ നമ്മൾ സദസ്സിന് പ്രണാമം അല്ലെങ്കിൽ വന്ദനം എന്നൊക്കെ എഴുതിയിട്ട് ആണ് നമ്മൾ പ്രസംഗം തുടങ്ങേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം അത് എഴുതണം ഒരു വരിയിൽ, പിന്നീട് കുറച്ചൊരു സ്പേസ് വിട്ടതിന് ശേഷം ഒരു പാരഗ്രാഫായിട്ട് വേണം നമ്മുടെ പ്രസംഗം എഴുതി തയ്യാറാക്കാൻ. ഓക്കെ ആണല്ലോ. പിന്നെ അവസാനം അതുപോലെ തന്നെ ഒരു ക്ലോസിങ്ങും വേണം. നമ്മൾ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു ചുരുക്ക രൂപവും കൂടി അവസാനത്തിൽ കൊടുത്തിട്ട് വേണം ആ പ്രസംഗം നമ്മൾ നിർത്താൻ. എളുപ്പമുള്ള വിഷയമാണല്ലേ. മനുഷ്യനും പ്രകൃതിയും നമുക്ക് ഒരുപാട് എഴുതാൻ പറ്റിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. താഴെ വീഴുകയാൽ ആകൃതി മാറും. ആർക്കാണ്? ഇവിടെ വയലിന്, പെണ്ണാൾക്ക്, വാരിതത്തിന്, കാർമുകിലിന്. അങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ആർക്കാണ് ആകൃതി മാറുന്നത്? കാർമുകിലിനാണല്ലേ. യെസ്. ഇനി 6ാമത്തെ പ്രവർത്തനം നോക്കാം. നീർനാഗം എന്ന പാഠഭാഗത്തിൽ ബഷീർ ചെയ്ത കുസൃതി എല്ലാവരെയും ചിരിപ്പിച്ചതാണല്ലോ. കുട്ടിക്കാലം കുസൃതികളുടെയും കൂടിയാണ്. ഓർക്കുമ്പോൾ ചിരി വരുന്ന ഏതെങ്കിലും ഒരു അനുഭവം പങ്കുവെക്കുക. അത് വളരെ എളുപ്പമാണല്ലേ. നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള നിങ്ങളുടെ ചെറുപ്പകാലത്തുള്ള ഒരു അനുഭവം, നിങ്ങളുടെ ഈ ടൈമിലുള്ള ഒരു അനുഭവം നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും. അപ്പോൾ മലയാളം ഫസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. നിങ്ങൾക്ക് ഇത്തവണ ഇതുപോലെ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നീട് നമ്മളോട് യൂഷ്വലായിട്ട് ചോദിച്ച് വരുന്ന കുറച്ച് ഭാഗങ്ങളും കൂടി ഞാനിതിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. വെയിറ്റ്. വായിക്കാം, എഴുതാൻ ഇത് നമ്മൾ പറഞ്ഞല്ലേ. ആദ്യം തന്നെ നമുക്കൊരു പാരഗ്രാഫ് തരും, എന്നിട്ട് അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് വളരെ എളുപ്പമായിരിക്കും. പിന്നെ സന്ദേശവാക്യം ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ടോപ്പിക്ക് തരും, ഒരു പ്രകൃതിയെ കുറിച്ചിട്ട് ഒരു ടോപ്പിക്ക് തന്നിട്ട് സന്ദേശം എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു 2 വാക്യം എഴുതാം കേട്ടോ. അപ്പോൾ പ്രകൃതി സംരക്ഷണമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം? നല്ല നാളേക്കായി കൈകോർക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ രസകരമായ രീതിയിൽ നിങ്ങൾക്ക് സന്ദേശം തയ്യാറാക്കാം. പിന്നീട് അനുഭവക്കുറിപ്പ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ. നിങ്ങളോട് കുട്ടിക്കാലത്തെ ഓർമ്മ അല്ലേ പങ്കുവെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എളുപ്പമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഓണം ഓർമ്മ ആണ് നിങ്ങളോട് എഴുതാൻ പറയുന്നതെന്നുണ്ടെങ്കിലും വളരെ എളുപ്പമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അനുഭവക്കുറിപ്പ് നിങ്ങൾ ആഘോഷിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓണത്തിനെ കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് വളരെ നല്ല രീതിയിൽ എഴുതാൻ പറ്റും അല്ലേ. ഇനി അടുത്ത് നോക്കൂ,
വർണ്ണനയും അതുപോലെ തന്നെ വിവരണവും. ഓക്കെ ആണല്ലോ. നിങ്ങൾക്കൊരു കവിതയോ അല്ലെങ്കിൽ ഒരു സന്ദർഭമോ ഒരു ചിത്രമൊക്കെ തന്നിട്ട് അത് വിവരിക്കാൻ പറയും കേട്ടോ. അപ്പം നിങ്ങളത് വായിച്ച് മനസ്സിലാക്കണം. കവിത ആയിട്ടുണ്ടെങ്കിലും സന്ദർഭമായിട്ടുണ്ടെങ്കിലും ആ കാര്യം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവരെന്താണോ ഉദ്ദേശിച്ചത് അത് നമ്മൾ എഴുതുക. ഓക്കെ ആണല്ലോ. പിന്നെ കത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ യാത്രാനുഭവം നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സ്കൂൾ ടൂർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ടൂർ ആയിരിക്കും, അല്ലേ? നിങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടാവും. വലിയ വലിയ യാത്രകളൊന്നും വേണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങളെ നാട്ടിൽ നിന്ന് നടത്തിയ ഒരു ചെറിയ യാത്രയുടേതാണെന്നുണ്ടെങ്കിലും അതായാലും മതി. നമ്മുടെ ഒരു യാത്രാ അനുഭവം മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ വലിയ യാത്രകളൊന്നും നടത്തിയിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ നടത്തിയ ചെറിയ യാത്രയായാലും അവരൊക്കെയാണ്. പിന്നീട് സംഭാഷണം നമുക്ക് എളുപ്പമുള്ള കാര്യമാണല്ലേ. നമ്മളിങ്ങനെ സംസാരിക്കുന്ന പോലെ തന്നെ അതേ ശൈലി നിലനിർത്തി വേണം നമ്മൾ സംഭാഷണം തയ്യാറാക്കാൻ. ഇപ്പോൾ 2 പേരോ 3 പേരോ ചേർന്നിട്ട് ഉള്ളൊരു സംഭാഷണമാണെന്നുണ്ടെങ്കിലും എളുപ്പമായിരിക്കും അല്ലേ. നമ്മൾ പേരെഴുതുക, 2 കുത്ത് വയ്ക്കുക, എന്നിട്ട് വേണം നമ്മുടെ ഡയലോഗ്സ് എഴുതി തുടങ്ങാൻ. നമ്മൾ സംസാരിക്കുന്ന അതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ എഴുതുന്നതും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാധാരണയായിട്ട് നമ്മളെ മലയാളം ഫസ്റ്റിൽ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിളാണ്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.